കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നതിൽ മടുത്തു. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമെല്ലാം എവിടേക്കാണ് പോകുന്നതെന്ന് ആശ്ചര്യപ്പെടുന്നുണ്ടോ? സാമ്പത്തികമായി സുരക്ഷിതരായിരിക്കാനും സ്വയം പര്യാപ്തത നേടാനും നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ നോക്കേണ്ട കാര്യമില്ല. കാരണം ഈ വീഡിയോയിൽ സാമ്പത്തിക സ്വയം പര്യാപ്തത മനസ്സിലാക്കേണ്ടതിൻ്റെയും കൈവരിക്കുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. സാമ്പത്തിക സ്വയം പര്യാപ്തത എന്നാൽ പുറത്തു നിന്നുള്ള സഹായങ്ങളോ വായ്പകളോ ആശ്രയിക്കാതെ നിങ്ങളെയും കുടുംബത്തെയും പോറ്റാൻ കഴിയുന്നതാണ് സാമ്പത്തിക സ്വയം പര്യാപ്തത എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നിങ്ങളുടെ ധനകാര്യത്തിൽ നിയന്ത്രണമുള്ളതും ദീർഘകാല സാമ്പത്തിക സ്ഥിരതയിലേക്ക് നയിക്കുന്ന മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതുമാണ്. അതായത് ഒരു ബഡ്ജറ്റ് സൃഷ്ടിക്കുക, നിങ്ങളുടെ വരുമാനവും ചെലവും മനസ്സിലാക്കുക, സാമ്പത്തിക ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുക എന്നിവയുൾപ്പെടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയുടെ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് ഞങ്ങൾ വിശദമായിട്ട് പറയുന്നതാണ്. ഭാവിയിലേക്കുള്ള ശക്തമായ സാമ്പത്തിക അടിത്തറ കെട്ടിപ്പടുക്കുന്നതിനും കടം കുറയ്ക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും വിവേകപൂർവ്വം നിക്ഷേപം നടത്താനും എങ്ങനെ കഴിയുമെന്നും നമുക്ക് നോക്കാം. അതുപോലെ പണത്തെക്കുറിച്ചുള്ള പൊതുവായ തെറ്റിദ്ധാരണകൾ പരിഹരിക്കുകയും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള വിലയേറിയ നുറുങ്ങുകളും തന്ത്രങ്ങളും നമുക്ക് ഷെയർ ചെയ്യാം. എന്താണ് സാമ്പത്തിക സ്വയം പര്യാപ്തത എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അതായത് ബാഹ്യ വരുമാന സ്രോതസ്സുകളെ ആശ്രയിക്കാതെ, അതായത് മറ്റാരിൽ നിന്നും സാമ്പത്തികമായി ഒരു ആശ്രയവും നേടാതെ തന്നെയും കുടുംബത്തെയും പോറ്റാനുള്ള കഴിവിനെയാണ് സാമ്പത്തിക സ്വയം പര്യാപ്തത എന്ന് പറയുന്നത്. അതായത് സാമ്പത്തിക സഹായത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കാതെ ആവശ്യമായ എല്ലാ ചെലവുകളും വഹിക്കാനും സുഖമായിട്ട് ജീവിക്കാനും ആവശ്യമായ പണവും അതിനുള്ള വിഭവങ്ങളും ഉണ്ടെന്നാണ് സാമ്പത്തിക സ്വയം പര്യാപ്തത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ആശയം സ്ഥിരമായ വരുമാനം അല്ലെങ്കിൽ സുഖപ്രദമായ ജീവിതശൈലി എന്നതിലുപരിയായിട്ട് തൊഴിൽ നഷ്ടം, മെഡിക്കൽ അത്യാഹിതങ്ങൾ, ആക്സിഡന്റുകൾ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യങ്ങൾ എന്നിങ്ങനെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്നതും ഇതിലുൾപ്പെടുന്നുണ്ട്. സാമ്പത്തിക സ്വയം പര്യാപ്തത വ്യക്തികൾക്ക് സുരക്ഷിതത്വ ബോധവും അവരുടെ സാമ്പത്തിക നിയന്ത്രണവും നൽകുന്നുണ്ട്. ആത്മവിശ്വാസത്തോടെയും മനസ്സമാധാനത്തോടെയും ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനും ആസൂത്രണം ചെയ്യാനും ഈ സാമ്പത്തിക സ്വയം പര്യാപ്തത കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. എങ്ങനെയാണ് സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടത്? അതിന് കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആയിട്ട് വ്യക്തമായ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നമ്മൾ സജ്ജമാക്കണം. നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കുക എന്നതാണ് സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ആദ്യ നടപടി. അതായത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ, നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്, അതായത് റിട്ടയർമെന്റിനായിട്ട് കുറച്ച് പണം സമ്പാദിക്കണമോ, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങണോ, അല്ലെങ്കിൽ കടം വീട്ടണോ, ഇത്തരത്തിലുള്ള നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് അവ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാപ്പ് നമ്മൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള സാമ്പത്തിക ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നിങ്ങളുടെ വരുമാന മാർഗത്തിന് താഴെ ജീവിക്കുക. അതായത് സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് നിങ്ങളുടെ വരുമാനത്തിന് താഴെയുള്ള ജീവിതം വളരെ നിർണായകമാണ്. ഇതിനർത്ഥം നിങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാൾ കുറച്ച് ചെലവഴിക്കുകയും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത് ആഡംബര വസ്തുക്കൾ വെട്ടിക്കുറയ്ക്കുന്നതോ കൂടുതൽ താങ്ങാനാവുന്ന ബദലുകൾ കണ്ടെത്തുന്നതോ പോലുള്ള ത്യാഗങ്ങൾ ഇതിന് ആവശ്യമായിട്ട് വന്നേക്കും. നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ പണിയെടുക്കുക, അല്ലെങ്കിൽ വീട്ടിലുള്ള ഒന്നിലധികം ആൾക്കാർ എന്ത് ചെയ്യുക, പണിയെടുത്ത് വരുമാനം കൊണ്ടുവരിക. ഇത്തരത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ചെലവുകളേക്കാൾ കൂടുതൽ വരുമാനം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങളുടെ വരുമാന മാർഗത്തിന് താഴെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാപ്തിയിൽ നിങ്ങളെ എത്തിക്കുന്നതാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതായത് സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ഒരു പ്രധാന ഉപകരണമാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വരുമാനവും ചെലവുകളും ട്രാക്ക് ചെയ്യാനും നിങ്ങൾക്ക് വെട്ടിക്കുറയ്ക്കാൻ കഴിയുന്ന മേഖലകൾ തിരിച്ചറിയാനും ഭാവി ചെലവുകൾക്കായിട്ട് ആസൂത്രണം ചെയ്യാനും ഒരു ബഡ്ജറ്റ് നിങ്ങളെ സഹായിക്കും. അതായത് നിങ്ങളുടെ എല്ലാ വരുമാന സ്രോതസ്സുകളും ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുകയും അതിനനുസരിച്ച് നിങ്ങളുടെ ചെലവുകൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുക. നിങ്ങളുടെ ബഡ്ജറ്റിൽ ഉറച്ചു നിൽക്കുകയും നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്ക് തുടരുകയും
ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ബഡ്ജറ്റ് സൃഷ്ടിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ കാര്യം, ഒരു എമർജൻസി ഫണ്ട് നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. സാമ്പത്തിക സ്വയം പര്യാപ്തതയുടെ നിർണായക ഘടകമാണ് ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. തൊഴിൽ നഷ്ടമോ ചികിത്സാ ചെലവുകളോ പോലുള്ള അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാമ്പത്തിക അടിയന്തര ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അവ ഉപയോഗിക്കാൻ സാധിക്കും. ഒരു സേവിംഗ് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ ഈ ഒരു എമർജൻസി ഫണ്ട് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ എമർജൻസി ഫണ്ടിൽ കുറഞ്ഞത് 3 മാസം മുതൽ 6 മാസത്തെ ചെലവുകൾക്ക് വേണ്ടിയുള്ള പണം ഉണ്ടായിരിക്കണം എന്നാണ് സാമ്പത്തിക വിദഗ്ധര് പറയുന്നത്. ചെറുതായി ആരംഭിച്ച് നിങ്ങളുടെ ഒരു ടാർഗറ്റ്, അതായത് ഒരു എമർജൻസി ഫണ്ട് വളരെ ചെറിയ രീതിയിൽ തുടങ്ങി അത് കാലക്രമേണ വളർത്തി വലിയൊരു 6 മാസം സുഖമായി ജീവിക്കാനുള്ള ഒരു എമർജൻസി ഫണ്ടാക്കി നമ്മളത് കൂട്ടിക്കൊണ്ട് വരിക. അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ വരുമാനം വൈവിധ്യവൽക്കരിക്കുക എന്നുള്ളതാണ്. ഒരു വരുമാന സ്രോതസ്സിൽ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാണ്. നമുക്കറിയാം, ഒരു സർക്കാർ ജോലി ആയിരുന്നാൽ പോലും അതിൽ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ വരുമാനം കിട്ടാത്തൊരു ദിവസം വരുമ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. പ്രത്യേകിച്ച് ഇന്നത്തെ അനിശ്ചിതത്വ സമ്പദ് വ്യവസ്ഥയിൽ നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ഫ്രീലാൻസ് ജോലികൾ, വാടക വരുമാനം അല്ലെങ്കിൽ സ്റ്റോക്കുകളിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപം നടത്തുക തുടങ്ങിയ വ്യത്യസ്ത വരുമാന സ്രോതസ്സുകൾ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്, നമ്മൾ അത് കണ്ടെത്തേണ്ടതുണ്ട്. നിങ്ങളുടെ വരുമാനം ഇത്തരത്തിൽ വൈവിധ്യവൽക്കരിക്കുന്നത് പരിഗണിക്കുക. ഈ രീതിയിൽ ഒരു വരുമാന സ്രോതസ് ബാധിക്കപ്പെട്ടാൽ മറ്റുള്ളവർക്ക് പിന്നോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും പലതരത്തിലുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആറാമത്തെ കാര്യം, സ്വയം നിക്ഷേപിക്കുക. സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സ്വയം നിക്ഷേപം. എന്താണ് സ്വയം നിക്ഷേപം? നിങ്ങളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തൽ, പുതിയ കഴിവുകൾ വികസിപ്പിക്കൽ, അല്ലെങ്കിൽ ഒരു സൈഡ് ബിസിനസ് തുടങ്ങൽ എന്നിവ ഇതിൽ ഉൾപ്പെടുത്താം. അതായത് നിങ്ങളുടെ അറിവും കഴിവുകളും തുടർച്ചയായി മെച്ചപ്പെടുത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഉയർന്ന വരുമാനമുള്ള അവസരങ്ങൾക്കും നിങ്ങളുടെ മൂല്യവും സാധ്യതയും വർദ്ധിപ്പിക്കും. അപ്പോൾ ഞാൻ അഞ്ചാമത് പറഞ്ഞ വൈവിധ്യവൽക്കരണത്തിലേക്കുള്ള വിവിധ ജോലികൾ അല്ലെങ്കിൽ വിവിധ വരുമാനങ്ങൾ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇതാണ് സ്വയം നിക്ഷേപിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏഴാമത്തെ കാര്യം, കടം വീട്ടുക എന്നുള്ളതാണ്. എല്ലാവർക്കും കടമുണ്ടാകും. എന്നാൽ സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം, അതായത് നിർണായകമായിട്ടുള്ള കാര്യമാണ് കടം വീട്ടുക എന്നുള്ളത്. കടം ഒരു പ്രധാന ഭാരമാവുകയും നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എത്തുന്നതിൽ നിന്നും നിങ്ങളെ തടയുകയും ചെയ്യുന്നതും ഈ കടമായിരിക്കും. നിങ്ങളുടെ കടങ്ങൾ വ്യവസ്ഥാപിതമായിട്ട് അടച്ചു തീർക്കാൻ ഒരു പ്ലാൻ തന്നെ നിങ്ങൾ വികസിപ്പിച്ചെടുക്കുക. ഉയർന്ന പലിശ നിരക്കുള്ളവയിൽ നിന്നും ആരംഭിച്ച് ആവശ്യമെങ്കിൽ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് പ്രോഗ്രാമുകളിൽ നിന്നൊക്കെ നിങ്ങൾ സഹായങ്ങൾ തേടിക്കൊണ്ടായിരുന്നാലും എത്രയും പെട്ടെന്ന് ആദ്യം കൂടുതൽ പലിശയുള്ള കടങ്ങൾ തീർക്കുക. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ കടങ്ങളെല്ലാം തീർക്കാൻ ശ്രമിക്കുക. എട്ടാമത്തെ കാര്യം, അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക. നിങ്ങളുടെ വരുമാനത്തിന് താഴെ ജീവിക്കുന്നതിന് പുറമെ അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാനും നിങ്ങളുടെ വേഗത്തിൽ സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കാൻ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ ചെലവ് ശീലങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും നിങ്ങൾക്ക് പണം ലാഭിക്കാൻ കഴിയുന്ന മേഖലകൾ തിരിച്ചറിയുകയും ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സബ്സ്ക്രിപ്ഷനുകൾ ഉണ്ടെങ്കിൽ അത് റദ്ദാക്കുക. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പകരം വീട്ടിലിരുന്ന് പാചകം ചെയ്യുക. അല്ലെങ്കിൽ സ്വയം രസിപ്പിക്കുന്നതിന് കൂടുതൽ ചെലവ് കുറഞ്ഞ മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒൻപതാമത്തെ കാര്യം എന്ന് പറയുന്നത് അറിവോടെയും വിദ്യാഭ്യാസത്തോടെയും തുടരുക എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസമായിട്ട് തോന്നും, പക്ഷെ ഞാൻ പറഞ്ഞു തരാം. സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൽ വ്യക്തിഗത ധനകാര്യത്തെക്കുറിച്ച് അറിവും വിദ്യാഭ്യാസവും നിലനിർത്തുന്നത് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പണം എങ്ങനെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ പുസ്തകങ്ങൾ വായിക്കുക, വർക്ക്ഷോപ്പുകളിലോ സെമിനാറുകളിലോ ഒക്കെ പങ്കെടുക്കുക, സാമ്പത്തിക ഉപദേഷ്ടാക്കളുമായി കൂടിയാലോചിക്കുക, കൂടുതൽ സാമ്പത്തിക ഭദ്രതയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ ലൈഫ് ഷെയർ ചെയ്യുക. അവരുടെ ലൈഫ് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടുപഠിക്കുക. ഈ അറിവ് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ട്രാക്കിൽ തുടരാനും നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. അടുത്തത്, അതായത് 10ാമത്, ക്ഷമയും സ്ഥിരോത്സാഹവും പുലർത്തുക. ക്ഷമയും സ്ഥിരോത്സാഹവും പുലർത്തുക. സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നത് ഒറ്റ രാത്രി കൊണ്ട് നടക്കുന്ന ഒരു പ്രക്രിയ അല്ല. അതിന് സമയവും ക്ഷമയും സ്ഥിരോത്സാഹവും വളരെയധികം ആവശ്യമാണ്.
വഴിയിൽ ഉയർച്ച, താഴ്ചകൾ, തിരിച്ചടികൾ ഒക്കെ ഉണ്ടാകും. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവയ്ക്കായി പ്രവർത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എടുക്കുന്ന ഓരോ ചെറിയ ചൂടും നിങ്ങളെ സാമ്പത്തിക സ്വയം പര്യാപ്തതയിലേക്ക് അടുപ്പിക്കുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർമ്മിച്ച് വേണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അച്ചടക്കവും നിശ്ചയദാർഢ്യവും നന്നായി ചിന്തിക്കുന്ന പദ്ധതിയും ഉപയോഗിച്ച് സാമ്പത്തിക സ്വയം പര്യാപ്തത തീർച്ചയായിട്ടും കൈവരിക്കാനാകും. വ്യക്തമായ ലക്ഷ്യങ്ങൾ വയ്ക്കുക, നിങ്ങളുടെ വരുമാനത്തിന് താഴെ ജീവിക്കുക, ബഡ്ജറ്റ് സൃഷ്ടിക്കുക, എമർജൻസി ഫണ്ട് നിർമ്മിക്കുക, നിങ്ങളുടെ വരുമാനം വൈവിധ്യവൽക്കരിക്കുക, സ്വയം നിക്ഷേപിക്കുക, കടം വീട്ടുക, അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുക, വിവരവും ക്ഷമയും പുലർത്തുക. നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിരതയും സ്വാതന്ത്ര്യവും കൈവരിക്കാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഇന്ന് തന്നെ സാമ്പത്തിക സ്വയം പര്യാപ്തതയിലേക്കുള്ള ചുവടുകൾ ആരംഭിക്കുക. ഭാവിയിൽ അത് നൽകുന്ന സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും കാലങ്ങളിൽ ആസ്വദിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും.